നിറം കുറഞ്ഞതും വലിയ സൗന്ദര്യവുമില്ലാത്ത ഒരു ഭാര്യയെ ലഭിച്ചതിലുള്ള ദുഃഖത്തിലാണ് സഫീർ. തരം കിട്ടുമ്പോഴൊക്കെ വിരൂപയായ തൻ്റെ ഭാര്യയെ അയാൾ കുറ്റപ്പെടുത്തി. അതിൽ മനംനൊന്ത് അവൾ ഒരിടത്തിരുന്ന് കരയും. അങ്ങനെയിരിക്കെ അവൾ ഗർഭിണിയായി. തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് സഫീർ ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അവളെ പലയിടത്തും കൊണ്ടുപോയി അയാൾ കാഴ്ചകൾ കാണിച്ചു. വിവാഹശേഷം ഇന്ന് വരെ പോകാത്ത പല സ്ഥലങ്ങളിലും അതുവഴി പോകാനും അതൊക്കെ കാണാനും അവൾക്ക് അവസരം ലഭിച്ചു. അതിലവൾ സന്തുഷ്ടയായിരുന്നു. നാളുകൾ കഴിയവേ അവൾ പൂർണ്ണ ഗർഭിണിയായി. സഫീർ അവളുടെ കുറവുകളെല്ലാം മറന്ന് അവളെ ഒരുപാട് സ്നേഹിച്ചു. അങ്ങനെ ആദ്യമായി അവർക്കൊരു കുഞ്ഞു പിറന്നു. ലേബർ റൂമിൻ്റെ വരാന്തയിലിരുന്ന സഫീർ ആ വാർത്ത കേട്ട് സന്തോഷിച്ചു. പെൺകുട്ടിയാണ്. വാതിൽ തുറന്നു വന്ന നഴ്സുമാർ കുഞ്ഞിനെ അയാളെ കാണിച്ചു. അതിനെ നോക്കാൻ ചെന്ന സഫീർ കറുത്ത അവളെപ്പോലെ തന്നെയുള്ള കുഞ്ഞിനെ കണ്ട് വല്ലാതെ ദുഃഖിച്ചു. ആ കുഞ്ഞിനെ തുടർന്നൊന്ന് നോക്കുവാനോ എടുത്ത് ലാളിക്കാനോ അയാൾ കൂട്ടാക്കിയില്ല. അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പ്രസവം കഴിഞ്ഞ അവൾ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. സഫീറും ഉമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാണ്. സമയമായപ്പോൾ ഉമ്മ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അയാളെ നിർബന്ധിച്ചു. നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരികയാണെന്ന് ഉമ്മ പറഞ്ഞു. നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ അയാൾ ഉമ്മയെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അയച്ചു. വീട്ടിൽ വന്നെങ്കിലും അയാൾ അല്പം വളർന്നു വന്ന തൻ്റെ കുഞ്ഞിനെയും അവളെയും കാര്യമായി ഗൗനിച്ചില്ല. പലപ്പോഴും അവൾക്ക് എതിർദിശയിൽ കിടന്നുകൊണ്ട് അയാൾ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. പല അവസരങ്ങളിലും കുഞ്ഞു കിടന്ന് കരയുമ്പോഴോ ഭാര്യ കുഞ്ഞിനെ കാണിക്കാനും എടുക്കാനും കൊടുത്തപ്പോഴോ ഒന്നും അയാൾ എടുക്കാനോ അതിനെ നേരാവണ്ണം ഒന്ന് നോക്കാനോ പോലും കൂട്ടാക്കിയില്ല. ഇതിനിടയിൽ അയാൾ ഓൺലൈൻ വഴി ഏതോ ഒരു പെൺകുട്ടിയുമായി ഫോൺ വിളിയൊക്കെ തുടങ്ങിയിരുന്നു. സുന്ദരിയായ അവൾ അയാളെ ഫോട്ടോകൾ നൽകി ആകർഷിപ്പിച്ചു. നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ വരികയുള്ളൂ എന്ന് അവൾ അയാളോട് പറഞ്ഞു. അയാൾക്കതിന് മറുപടി ഒന്നും പറയാനില്ല എന്ന് കണ്ടപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്തു. അയാൾ പല പ്രാവശ്യം വിളിച്ചിട്ടും അവൾ എടുക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഞാൻ അവരെ ഉപേക്ഷിക്കാമെന്ന് അയാൾ മെസ്സേജ് അയച്ചു. അവൾ ആ മെസ്സേജ് വായിച്ചു. അവൾക്ക് സന്തോഷമായി. എങ്ങനെയാണ് അവളെ ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. ഭാര്യയായ അവൾ ഭക്ഷണം നൽകിയപ്പോൾ അതിൻ്റെ രുചിയില്ലായ്മയെക്കുറിച്ച് പറഞ്ഞ് പാത്രങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ഒരു ദിവസം രാത്രിയിൽ ഉറക്കെ കരയുന്ന കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. പോത്തുപോലെ കിടന്നുറങ്ങുന്ന ഭാര്യയെ അയാൾ മർദ്ദിച്ചു. മർദ്ദനത്തിൻ്റെ ശക്തി കൂടിയപ്പോൾ അവൾ കുഞ്ഞിനെയും എടുത്ത് ബെഡ്റൂമിന് പുറത്തേക്കോടി. അവിടെയും പിന്തുടർന്നെത്തിയ അയാൾ അവളെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. ഗതികെട്ട് അവൾ വീടിന് പുറത്തിറങ്ങി. രണ്ടുപേരെയും ആ രാത്രിയിൽ അയാൾ ഇറക്കി വിട്ടു. വീടിൻ്റെ കതകടച്ചു പൂട്ടി. അവൾ ആ ഇരുട്ടിൽ കുഞ്ഞിനെയും തോളിലേക്കിട്ട് എങ്ങോട്ടോ പോയി മറഞ്ഞു. പിന്നീട് അയാൾ ഫോണിൽ വിളിച്ച് ഭാര്യയെ ഇറക്കിവിട്ട കാര്യം അവളോട് പറയും. അവൾക്കത് കേട്ട് സന്തോഷമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിചയപ്പെട്ട ആ പെണ്ണുമായി അയാൾ വീണ്ടും ഒരു വിവാഹത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. വിവാഹം ഭംഗിയിൽ നടന്നു. അവളുമൊത്തുള്ള സുദിനങ്ങൾ കടന്നുപോയി. പുതുതായി വന്ന പെണ്ണ് ഇതിനിടെ പല ആവശ്യങ്ങളും പറഞ്ഞ് അയാളോട് തൻ്റെ കുടുംബക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു. അയാളുടെ അക്കൗണ്ടിലുള്ള 90% പണവും അവൾ പലപ്പോഴും വാങ്ങിക്കൂട്ടി അവളുടെ സ്വന്തം അക്കൗണ്ടിൽ നിറച്ചു. ഒരു ദിവസം അയാൾ വൈകി വരുമ്പോൾ അവൾ വീട്ടിലെത്തിയ കാമുകനുമായി സംസാരിക്കുന്നത് കേൾക്കാനും തുടർന്ന് അവനെ കാണാനും ഇടയാകുന്നു. അയാൾ ആരാണെന്ന് അന്വേഷിച്ചു. അത് തൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് അവൾ അയാളെ സമാധാനിപ്പിക്കും. പിറ്റേ ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോൾ വീട്ടിൽ ആരുമില്ല. അവൾക്കെടുക്കാൻ പറ്റുന്ന എല്ലാം കൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ടിരുന്നു. കൂടാതെ ഒരെഴുത്തും എഴുതി വെച്ചത് അവിടെ ഉണ്ടായിരുന്നു. അയാളത് വായിച്ചു. വേറൊരുത്തിക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും വിട്ട നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എന്നെയും ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കാമുകൻ്റെ കൂടെ ഞാൻ പോകുന്നു. നിങ്ങളിൽ നിന്നും എനിക്കൊന്നും ലഭിക്കാനില്ല. ഞാൻ വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. ബൈ. അത് വായിച്ച് അയാൾ അന്തം വിട്ട് അതിയായ ദുഃഖത്തോടെ കരഞ്ഞുപോയി. തനിക്ക് പറ്റിയ തെറ്റ് അയാൾക്ക് ബോധ്യമായി. അയാൾ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും അന്വേഷിച്ച് യാത്രയായി. ഒടുവിൽ അയാൾ ആ വീട്ടിൽ ചെന്നു. അന്ന് അവളുടെ വിവാഹമായിരുന്നു. നന്നായി വസ്ത്രം ധരിച്ച ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ പുതുതായി വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ച് ആഡംബര വാഹനത്തിലേക്ക് കയറിപ്പോകുന്നത്
ദുഃഖത്തോടെ നോക്കി നിൽക്കാനേ അയാൾക്ക് സാധിച്ചുള്ളൂ.